கல்யாணம் ஆகி அது வந்து கொஞ்சம் ഇത് തന്നെയായിരുന്നല്ലേ, വെറുതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോ അപ്പുറത്തോട്ട്. അല്ല പൊന്ന, എനിക്കൊരു സംശയം. എന്താ? ഇത്രയും നല്ല ആൾക്കാരാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഗേറ്റും ഇങ്ങനത്തെ ഗുണ്ടുകളൊക്കെ വെച്ചിരിക്കുന്നത്? എടാ, അപ്പുറത്തെ വീട്ടിലെ ആ അസുരനാ താമസിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലത്തെ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടേ? ആണോ? വണക്കം. നമസ്കാരം സാർ. ഞങ്ങൾ രണ്ടാളും കൊച്ചിയിൽ നിന്ന് വരിക. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ അളിയൻ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ആ 8000 സ്ക്വയർ ഫീറ്റ് സ്ഥലം. ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവോ? അത് വന്ന് സാർ, ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സ്ഥലം ഇവങ്ക അപ്പ വിത്തിരിച്ചു. അതെന്റെ ഫാദറിന്റെ സ്ഥലമാണ് സാർ. ആ സ്ഥലമാണ് നിങ്ങളുടെ അളിയൻ ദേവരാജൻ കൈവശമാക്കി വെച്ചിരിക്കുന്നത്. കൈവശമാക്കി വെച്ചിരിക്കുന്നൊന്നും പറയണ്ടാ, പിടിച്ചു വെച്ചിരിക്കുക ഒണ്ണാക്കമാടൻ. കള്ള ചേറ്റയാ സാറേ, വേറും ചേറ്റ. പേരിട്ടിരിക്കുന്ന കേട്ടില്ലേ, ദേവരാജൻ. വേറും കള്ള മാറിയ. നമുക്കറിയാത്തവരെ കുറിച്ച് വല്ലതൊന്നും വിളിച്ചു പറയരുത്. എത്രയൊക്കെയാണെങ്കിലും അവർ റിലേറ്റീവ്സ് അല്ലേ, അവർക്ക് ദേഷ്യം വരാതിരിക്കോ? പിന്നെ അവർ നമ്മളെ എടുത്തിട്ടങ്ങ് താങ്ങും. കാര്യം പറഞ്ഞ ഏത് സാറിനും മനസ്സിലാവും അല്ലേ സാർ? നിങ്ങൾക്ക് ജോലി വളരെ എളുപ്പമാണ് സാർ. ഹോൾഡ് ദിസ്. നിങ്ങളുടെ അളിയനോട് ആ സൈറ്റ് ഞാൻ എങ്ങനെയെങ്കിലും വിറ്റ് തരാമെന്ന് പറഞ്ഞ് ആ പേപ്പറിങ് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാൽ മതി. അവനെ പഠിപ്പും വിവരമൊന്നും ഇല്ലല്ലോ, ടംബിം പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞു. ഈ ഡമ്മി പേപ്പർ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒറിജിനലിക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോയിക്കോളാം. இந்த ഐഡിയ எப்படி இருக்கு? സോറി, സാറിന്റെ അളിയൻ ദേവരാജന്റെ പേര് ഓർമ്മയുണ്ട്. എന്നാ സാറിന്റെ പേരെന്താണെന്ന് അങ്ങോട്ട്. ഉങ്ങളുടെ പേരെന്നാ സാർ? ഇതുപോലത്തെ തമാശ കേട്ടിട്ട് കാലം കുറെ ആയി ദേവരാജ. ഈശ്വര, എന്റെ കൂട്ടുകാരൻ കറക്റ്റായിട്ടാ പറഞ്ഞ. 6 തന്നെയാടാ പുല്ലേ. നീ പറഞ്ഞ പോലെ 9 അല്ല. ശബരിമലയ്ക്ക് പോയി സന്നിധാനം എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ടാ? എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അത് സരിത സിദ്ധപ്പ. നമ്മളെ കുറിച്ച് ഇവിടെ മാത്രം അറിഞ്ഞാൽ പോരാ, അങ്ങ് കൊച്ചി വരെ തിരിഞ്ചാകണോ? അല്ലെങ്കിൽ ഓരോരുത്തന്മാര് ബാഗം തൂക്കിയതുപോലെ ഇങ്ങനെ ഇറങ്ങിക്കോളും. നമുക്കൊന്ന് ഫേമസ് ആവണം. നല്ല കാര്യം ചെയ്ത് നമുക്കൊരിക്കലും ഫേമസ് ആവാൻ കഴിയില്ല. പക്ഷെ കൊന്നും കൊല വിളിച്ചും ഫേമസ് ആവാം. എന്റെ നാട്ടിൽ വന്ന് എന്റെ സ്വത്ത് കൊണ്ട് പോടാ. നീ കൊന്ന് സുടുകാട്ടിലെ ഉണ്ടി പണമാ പാസ്. വീടന്വേഷിച്ച് ഇത്രയും ദൂരം നടക്കേണ്ട ആവശ്യമുണ്ടോ? ചൊല്ലിരുന്നെങ്ങനെ വണ്ടി അമിച്ചിരിപ്പല്ലേ? എന്താ മോനെ, നടന്നൊരുപാട് ക്ഷീണിച്ചോ? തൊണ്ടുമായി വെട്ടി ഇവിടുത്തെ പന്നികൾക്ക് കൊടുക്കും നിന്നെ. മനസ്സിലായോടാ? എനിക്കൊന്ന് ഫോൺ ചെയ്തെങ്കിൽ ഞാൻ തന്നെ തന്നേക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പുള്ളിയോടൊന്ന് വിളിക്കാൻ പറയേ. അവര് പേരെന്നെ തമ്പേ. അയാളുടെ പേരെന്തോടെ? ബാലു. ബാലസുബ്രഹ്മണ്യം. അവൻ ഇനിയും ആശ തീർന്നില്ലേ? എന്നോടത് മേലിൽ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും ഞാൻ. എന്താ ഇതൊക്കെ? എന്തിനാ വിഷമിക്കുന്നേ? പഠിച്ചവർ മാറിയിരിക്കീങ്ക. ഒരുപാട് ദൂരത്തുനിന്ന് വന്നിരിക്കല്ലേ. ഇത് നിങ്ങളുടെ നാടാണെന്ന് വിചാരിച്ചോ? നാർക്കാനല്ലേ? പാവം കുട്ടികൾ. നിനക്കൊക്കെ എന്റെ സ്വത്ത് വേണമല്ലടാ. എന്നാ തേയിലട നിങ്ങൾക്ക്.
അല്ല എവിടുന്നാ വരുന്നേ? ഞങ്ങളെ കൊച്ചിന്ന് ആഹാ. സാറുമായിട്ട് ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എവിടെയാ താമസം? ഹോട്ടലില്. ഹോട്ടലിലോ? അത് പിന്നെ ഞങ്ങൾക്കൊരു 5-6-7 ദിവസം പണിയുണ്ട്. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ. വാ, വന്ന് ഊണ് കഴിക്കാം. ഷോ, ചാപ്പാടോ വീണ്ടും കിട്ടുമോ? പേടിക്കണ്ട. ഇവരുണ്ടെങ്കിൽ അയാൾ കത്തിയെടുക്കില്ല. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റി. ഗോപാല, അയ്യാ, ആ ബാലുവും അവന്റെ ഭാര്യയും പിന്നെ അവന്റെ മകളും നാളെ വെളുക്കുമ്പോഴേക്ക് ഇവിടെ ഉണ്ടാവണം. சரிங்கய்யா.